ആ വിനീത മരിച്ചു അവിടെ. 2018 ലാസ്റ്റോടു കൂടി ആ വിനീത മരിച്ച് 2019 എന്റെ ബുള്ളറ്റൊക്കെ വന്നതോടുകൂടി ഒരു ആൺകരുത്തോടു കൂടി ഞാൻ ജീവിച്ചു. ആണ് സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അമൽ സുരേഷ്, ആളിനെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. ആള് ഇതുപോലെ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആള് വിളിച്ചു പറയുക, ഇന്ന സീരിയലിൽ ഞാൻ ഉണ്ട്, ഇത്ര മണിക്കാണ് ടെലികാസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അവര് റിപ്ലൈ അല്ല, പക്ഷെ എല്ലാവർക്കും ഒരു ഭാരമാണ് ഒരു പെണ്ണ് വീട്ടിൽ. ഇതുകൊണ്ട് തന്നെയാണ് ഈ സൂയിസൈഡ് കൂടി വരുന്നത്. സൂയിസൈഡ് കൂടി വരുന്നതിന്റെ മെയിൻ കാരണം ഫാമിലി തന്നെയാണ്. അപ്പൊ പിന്നെ പ്രശ്നമായി. അപ്പൊ നമ്മൾ അവിടെ വെച്ച് സെപ്പറേറ്റഡ് ആയി. പിന്നെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ട 12 വർഷം ഒരു നമ്മൾ ഇപ്പൊ ഞാന് മോന് വേണ്ടിയിട്ട് മോൻ നല്ല രീതിയിൽ വളരും, മോന്റെ എഡ്യൂക്കേഷൻ നന്നായിട്ട് പോകും, മോന് പ്രശ്നമൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, പിന്നെ എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ സമാധാനം ഇല്ല, സന്തോഷമില്ല. നമുക്ക് ഈ 18 വയസ്സെന്ന് പറയുന്നത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത കാലമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ നമ്മുടെ കാലത്ത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അതിപ്പോ എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാല് അതൊരു സ്ട്രഗിളിങ് ആണ്. അതപ്പോ എല്ലാ സ്ത്രീകളും അത് അറിഞ്ഞിരിക്കണം. കാര്യം ഇപ്പൊ ഒത്തിരിയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ടൈമിൽ തന്നെ എത്രയും സൂയിസൈഡ് ലേഡീസിന്റെ സൈഡിൽ നിന്ന് ഔട്ട് സൈഡിലുണ്ടായിട്ടുണ്ട്. അതപ്പം ഭർത്താവിന്റെ പീഡനം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉള്ളതായിരുന്നു. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇപ്പോഴും എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജ് എൻ്റെ 18ാമത്തെ വയസ്സിലായിരുന്നു മാരേജ്. അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞപ്പോൾ മോനായി. അപ്പോൾ എനിക്ക് അവിടെ കുറച്ചെല്ലാം നല്ല രീതിയിൽ എനിക്ക് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഫാമിലിയിൽ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് എനിക്ക് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 12 വർഷത്തോളം ഞാൻ ആ വ്യക്തിയുടെ വൈഫായിട്ട് തന്നെ ജീവിച്ചു. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് ഈ 18 വയസ്സെന്ന് പറയുന്നത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത കാലമാണ്. ഇപ്പോഴത്തെ മക്കൾക്ക് അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ നമ്മുടെ കാലത്ത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഈ ഓർത്തഡോക്സ് ഫാമിലിയൊക്കെയാണ്. അവർ പറയുന്നതാണ്, നമുക്ക് വോയിസ് ഇല്ല. ഇപ്പോൾ പറയും അവര്, എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്കിപ്പോൾ പഠിക്കണം, എനിക്ക് മാരേജ് ഇങ്ങനെ പറയാനുള്ള ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് നമുക്ക് ആ ഒരു വോയിസ് ഇല്ല. നമ്മൾ പറയണം പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ജാതക പ്രശ്നം, അങ്ങനത്തെ പ്രശ്നം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ 2 പെൺകുട്ടികളുണ്ട്, അപ്പൊ നിന്നെ കഴിച്ചിട്ട് വേണം അടുത്ത ആളിനെ മാരേജ് ചെയ്യേണ്ട, അപ്പൊ നീ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 28 വയസ്സിൽ ജാതക പ്രശ്നം, 28 വയസ്സ് മാരേജ്. അപ്പൊ അത്രയും ടൈം പറ്റൂല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ 3 മക്കളാണ്, ഒരു ബ്രദറും ഞാനും എനിക്കൊരു സിസ്റ്ററും. അപ്പൊ അങ്ങനെ വന്നപ്പോ അന്ന് മാരേജ് ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ തന്നെ ആളിനെ നല്ല പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. മാരേജ് കഴിഞ്ഞൊരു 21 ഡേയ്സ് ആയപ്പോൾ തന്നെ ഞാൻ ആളിന്റെ പ്രശ്നങ്ങളും അതെനിക്ക് പറയാൻ താല്പര്യമില്ല, ഈ പ്രശ്നങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് ചിലപ്പോ ആളിന്റെ കുറ്റമായിരിക്കൂല, ആള് വളർന്നു വന്ന സാഹചര്യത്തിന്റെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അന്ന് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവോ ഒന്നും ഇല്ലായിരുന്നു. കാര്യം എനിക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. ആള് മാരേജ് ചെയ്തു. ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത ടൈമിലായിരുന്നു. ഡിഗ്രിക്ക് പോട്ടോ എന്ന് ചോദിച്ചപ്പോൾ ആള് അതിനെ ബ്ലോക്ക് ചെയ്തു. 1 ഇയർ ഒരു കോഴ്സ്, കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യിപ്പിച്ചു എങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ആള് വന്നു, മോനായി. പിന്നെ മോന് ഫാമിലി, അങ്ങനെയുള്ള ഒരു ജീവിതത്തിലോട്ടായി, ഒരു ഫാമിലിക്കുള്ളിലായി ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. ആള് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. നമുക്ക് തിരിച്ച് റിപ്ലൈ പറയാൻ അറിഞ്ഞൂടാന്നല്ല, അത് നമുക്ക് എന്തോ പറ്റുന്നില്ല. എന്നേക്കാൾ ആ ഒരു ഏജിന്റെ ഒരു ഇതായിരിക്കാം, ആളും ഞാനും തമ്മിലുള്ള ഇതായിരിക്കാം. നമ്മളങ്ങനെ ശീലിച്ചിട്ടുമില്ലല്ലോ, എതിർത്ത് സംസാരിച്ചിട്ടുമില്ല. ആളെന്നുള്ള നമ്മുടെ ഭയങ്കരമായിട്ട് ടോർച്ചറിങ്, നമ്മളെ മെന്റലി പ്രശ്നത്തിലോട്ടാക്കി. കാര്യം നമ്മൾ ഷൗട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ മോൻ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ റിട്ടേൺ ഷൗട്ട് ചെയ്യുമ്പോൾ അത് അവിടെ തീരും, ഷൗട്ടിങ്ങിലൂടെ അവിടെ തീരും. ഇപ്പോൾ ഷൗട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഷൗട്ട് ചെയ്യുന്നില്ല, നമ്മളത് കേൾക്കുകയാണ്. അത് അത്രയും ടോർച്ചറിങ് സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റലി ഡൗൺ ആയിപ്പോകും. നമ്മളിങ്ങനെ മെന്റലി ഡൗൺ ആയി നമ്മൾ സൈലന്റ് ആവും. അത് നമ്മളെ മെന്റലി പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകും. ആ സെക്ഷൻ വരെ ഞാനായി. സെക്ഷൻ ആയെന്ന് വെച്ചാൽ എനിക്ക് ഓവർ ടെൻഷൻ എടുത്ത്
എനിക്ക് പിന്നെ ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. ഈ ടെൻഷൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് ഒരു വല്ലാത്തൊരു പ്രശ്നം ഇങ്ങനെ വന്നിട്ട് ഈ ഫിക്സ് അല്ല എന്നാ അതുപോലെ തന്നെ ഞാൻ ഷിവറിങ് പോലെ വന്ന് ഞാൻ അങ്ങ് നിൽക്കുന്ന നിപ്പിന് അത് എവിടെയാണോ അങ്ങ് വീണു പോകും. വീണിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് എനിക്കറിയാം ഇത് വരുവാണ്, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അത് പല പല പ്രാവശ്യമായപ്പോൾ എൻ്റെ തലയിൽ അടി കിട്ടുന്നുണ്ടായിരുന്നു. ഈ കാര്യം ആളെ എബ്രോഡിലാണ്, അവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത്. ന്യൂറോ സംബന്ധമായിട്ടുള്ള മെഡിസിനെ പറ്റി ഞാൻ പറയുന്നില്ല. അത് നമ്മൾ ഒരു മെന്റൽ പ്രശ്നം വരുന്നതിനും ആ ഒരു മെഡിസിൻ എടുക്കുന്ന പോലെ തന്നെയാണ് ന്യൂറോ സംബന്ധമായിട്ടുള്ള മെഡിസിൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബോഡീനെ എനിക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം കുഴഞ്ഞു പോകണില്ല, വലിച്ചഴിച്ചാണ് ഞാൻ നടക്കുന്നത്. പിന്നെ ഒരു ബെഡിൽ ഒരു റൂമിലോട്ടായിപ്പോയി ഞാൻ ഈ പറഞ്ഞില്ലേ മോനുമായിട്ടുള്ള കണക്ഷൻ പറയാന്ന് വെച്ചാല് അവിടെ ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആളിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിലും അവരവരെ ലോകത്താണ്, ആള് ഇല്ല. ആള് പുറത്താണെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ. മോൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് കാര്യം ഓൾറെഡി ഈ ടെൻഷൻ താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ മോനെ സ്കൂൾ ബസ്സിൽ ഞാൻ കയറ്റി വിടുമ്പോൾ എൻ്റെ എന്തോ ഒന്ന് നഷ്ടപ്പെടുകയാണ്. മനസ്സിലായോ? എനിക്ക് റൂമിലോട്ട് വരുമ്പോൾ തന്നെ കാര്യം പിന്നെ എൻ്റെ ലോകം എന്ന് പറയുന്നത് അവിടുത്തെ റൂമാണ്. മോൻ വരുന്ന വരെ ഞാൻ അവിടെ ഒന്നി ആ റൂമിൽ കിടക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ചെറുകാര്യം. ഇവരെ വീടെന്ന് പറയുന്നത് ചുറ്റും റബ്ബറും ആറും ഇങ്ങനെയൊക്കെയാണ്. പുറത്തൊന്നും അല്ലെങ്കിൽ അങ്ങനെ ആരെടുത്തും പോയി സഹകരിക്കാനോ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ നമ്മൾ അകപ്പെട്ടിട്ടുണ്ടല്ലോ ഭയങ്കര അപ്പൊ എനിക്ക് എൻ്റെ മോനായി എൻ്റെ ലോകം എന്ന് പറയുന്നത്. അവൻ പോകുമ്പോൾ എൻ്റെ ജീവൻ പോണ കണക്കാണ്. അത് ആ സ്കൂളിൽ പോണ ടൈം വരും. അവൻ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അവൻ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ ലോകം തിരിച്ചെത്തുന്നത്. അങ്ങനെ ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് അതിന് ഞാൻ ഒരുപാട് അപ്പൊ ഈ ഞാൻ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ആളിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു ടെൻഷൻ എൻ്റെ മോനും ഫേസ് ചെയ്ത് തുടങ്ങി. കാര്യം അവൻ്റെ അടുത്തും അത് കാണിച്ചു തുടങ്ങി ഓരോ ചോദ്യങ്ങളിലൂടെയൊക്കെ. അത് അവന് ഭയങ്കര ടെൻഷനായി തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ കുറെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രതികരിച്ചു തുടങ്ങുന്ന ഒരു ടൈം ആവും. അങ്ങനെ അപ്പൊ ഞാൻ ഈ മെഡിസിൻ തന്നെ ഒരു 2 years കഴിച്ചു. 2 years കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാര്യം എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ് പണ്ട് തൊട്ടേ. ഞാൻ ഇങ്ങനെ വല സംസാരിക്കും. എല്ലാവർക്കും എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ വലിയ ഫാമിലിയാണ്. അമ്മയുടെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി എല്ലാം ഭയങ്കര വലിയ ഫാമിലീസാണ്. അവിടെ ഒത്തിരി അംഗങ്ങളുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. പക്ഷേ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മെന്റലി ഒരു പേഷ്യൻ്റ് ആയതുപോലെ തന്നെ എനിക്ക് ആരുടെ അടുത്ത് സംസാരിക്കുന്ന ഇഷ്ടമില്ല, പുറത്ത് പോകുന്ന ഇഷ്ടമില്ല. പിന്നെ എൻ്റെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വെറുത്ത് വേറൊരാളായിപ്പോയി കേട്ടോ. അപ്പം അത് പിന്നെ ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു മെഡിസിൻ. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് എനിക്ക് യോഗ കാര്യങ്ങളൊക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മെല്ലെ ഞാൻ എന്നെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരി, ഞാൻ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ ആൾക്ക് ഈ 12 വർഷം പ്രതികരിക്കാത്തൊരു വ്യക്തി പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കത് പറ്റുന്നില്ല. മനസ്സിലായ? അങ്ങനെ വന്നപ്പോൾ നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ കൂടി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു കുറവുമില്ല. ഫിനാൻഷ്യലി സ്റ്റേബിളാണ്, പിന്നെ എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ സമാധാനമില്ല, സന്തോഷമില്ല, ഒന്ന് ചിരിക്കാനുള്ള ഒരു അവകാശം പോലും ഇല്ലാത്തൊരു സിറ്റി. നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഓപ്പണായിട്ട് ഇങ്ങനെ നിന്ന് ഒരാളിനെ നോക്കാൻ പോലും പറ്റത്തില്ല. അവിടെ ആള് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും, ഉള്ള ടൈമിൽ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ മോന് വേണ്ടിയിട്ട് മോൻ നല്ല രീതിയിൽ വളരും, മോന്റെ എഡ്യൂക്കേഷൻ നന്നായിട്ട് പോകും, മോന് പ്രശ്നമൊന്നും വരില്ല, അതുകൊണ്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ ഇത് മോനെയും ബാധിക്കുമെന്ന് മനസ്സിലായി തുടങ്ങി എനിക്ക് അപ്പോഴാണ്. ആ ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ അതുവരെ എൻ്റെ ഫാമിലിയിലൊന്നും ഞാൻ ആരെടുത്ത് എൻ്റെ അമ്മയ്ക്ക് അറിയാം. കാര്യം അത് ഇടയ്ക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ കണ്ട് അമ്മയ്ക്കൊക്കെ മനസ്സിലായി. പക്ഷെ എൻ്റെ ഫാമിലിയിലുള്ള ആർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാവരുടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങാന്നുള്ളത്. ഇറങ്ങാൻ വന്നപ്പോൾ ആളപ്പോഴും അബ്രോഡിലാണ്. അപ്പോൾ ആള് പിന്നും ഇല്ല, ഒരു പ്രാവശ്യം ക്ഷമിക്കുന്നു പറഞ്ഞാൽ ആള് നാട്ടിൽ വന്നു. പിന്നെ ആൾക്ക് പിന്നെ ഉള്ള പ്രശ്നം എന്തെന്നറിയോ, അത്
ഞാൻ എല്ലാരെയും കുറ്റം പെടുത്തുന്നില്ല. നമ്മൾ ഈ ആണുങ്ങൾക്കൊരു റിവഞ്ച് വന്നാല്, ഒരു പ്രശ്നം വന്ന് അവരെ നമ്മൾ മൊത്തത്തിൽ ഇതാക്കിന്ന് വെച്ചു, പിന്നെ അവര് നമ്മളെ സ്വീകരിക്കുന്നത് ഫുൾ ഇതോടുകൂടിയല്ല. അത് അവര് ഉള്ളിൽ വെച്ചോണ്ട് തന്നെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. അത് സഡനായിട്ട് തന്നെ ആളിൽ നിന്ന് എനിക്ക് വന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ക്ഷമിക്കുന്നു പറഞ്ഞ് അത് കൊടുത്തു. പക്ഷെ സഡനായിട്ട് തന്നെ ആളിൽ നിന്ന് കുറച്ച് പീരീഡുകൾ കൊണ്ട് തന്നെ ആള് പ്രശ്നം ഉണ്ടാക്കി. അവിടെ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയി. അപ്പൊ ഞാൻ ആ ടൈമില് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി. കാര്യം ആള്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ആള് വരുമെന്ന് പറയുന്ന, അവിടെ വെച്ച് എനിക്ക് ഇതുപോലെ വയ്യാണ്ടാവുന്ന, ഈ പറഞ്ഞില്ലേ അതുപോലെ പിന്നും വയ്യാതെ കുറേ കാലത്തിന് ശേഷം പിന്നും വയ്യാതാവുന്ന, അത് കണ്ടിന്യൂസ് ആയ ഒരു 6-7 പ്രാവശ്യമായപ്പോ എനിക്ക് ഒരു ഇതും ഇല്ലാണ്ട്, ബോഡിക്ക് ഒരു ഇതും ഇല്ലാതായിപ്പോയി. എന്നുവെച്ചാൽ കൈക്കുണ്ട്, കാലൊന്നും ഇതാവുന്നില്ല. അപ്പൊ എൻ്റെ ബ്രദർ നഴ്സാണ്. അപ്പൊ അവ അപ്പൊ തന്നെ നോക്കിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു 7 days ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോഴത്തേക്ക് ആള് വന്നു, ഡിസ്ചാർജ് ആയി. പക്ഷെ പിന്നും ആളിൽ പഴയ ആളായി. ആൾക്ക് മാറാൻ പറ്റത്തില്ല. അതായത് ആളിന് മാറാൻ പറ്റത്തില്ല. ആളിന്റെ ക്യാരക്ടർ ബേസ് ഒരാളിന്റെ ക്യാരക്ടർ എങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ പിന്നും പ്രശ്നമായി. അപ്പൊ നമ്മൾ അവിടെ വെച്ച് സെപ്പറേറ്റഡ് ആയി. പിന്നെന്ന് വെച്ചാൽ ഒന്ന് ചിന്തിക്കേണ്ട, 12 വർഷം ഒരു നമ്മുടെ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിഞ്ഞൂടാത്ത പ്രായത്തിൽ മാരേജ് ആയി. ആ 12 വർഷം ഒരു ഫാമിലിക്കുള്ളിൽ ജീവിച്ച ഞാൻ പിന്നെ ഒറ്റയ്ക്കാവുകയാണ്. ഞാനും എൻ്റെ മോനും മാത്രം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ആദ്യമൊക്കെ സപ്പോർട്ടീവായിരുന്നു ഫാമിലി സൈഡിൽ നിന്ന്. അല്ല എന്ന് വെച്ചാൽ ഒരു പെണ്ണ് വരുമ്പോൾ ഉള്ള നമ്മളുണ്ട്, എല്ലാവരും ഉണ്ട് എന്നൊരു സപ്പോർട്ട്. പക്ഷെ എല്ലാവർക്കും ഒരു ഭാരമാണ് ഒരു പെണ്ണ് വീട്ടിൽ. ഇതുകൊണ്ട് തന്നെയാണ് ഈ സൂയിസൈഡ് കൂടി വരുന്നത്. സൂയിസൈഡ് കൂടി വരുന്നതിന്റെ മെയിൻ കാരണം ഫാമിലി തന്നെയാണ്. എടി മോളെ നിനക്ക് സഹിക്കാൻ വയ്യെങ്കിൽ നീ വാ, നമ്മളുണ്ട്. പക്ഷെ നമ്മളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാവണം. പെണ്ണ് വരുമ്പോ, ആ കുട്ടി ആ വീട്ടിൽ വരുമ്പോ ആദ്യത്തെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവളെ മാറ്റി നിർത്തിയിട്ടുള്ള ആ ഒരു ഇത് വരുമ്പോഴാണ് അവരെ ഫാമിലിയിൽ നിന്നും സപ്പോർട്ടില്ല, മറ്റതും അങ്ങനെ ആയി വരുമ്പോ വീട്ടിൽ വന്നാലും ഈ സൂയിസൈഡ് തന്നെയാണ് നടക്കാൻ പോണത്. പിന്നെ അല്ലെങ്കിൽ അതിനൊരു നമ്മളായിട്ട് കൊണ്ടുവരുന്ന ഒരു മനക്കരുത്തെടുത്ത് വെച്ചാ അവിടെ ജയിച്ച്. ഒന്നും അല്ലാത്ത ഞാൻ ഇത്രയും ആയെങ്കിൽ അത് എന്നോട് എനിക്ക് തന്നെ ഉള്ള റെസ്പെക്ട് തന്നെയാണ്. കാര്യം ആ 12 വർഷത്തിന് ശേഷം ഞാൻ ഓരോ കുഞ്ഞു ജോലികൾ ചെയ്തു. ഫസ്റ്റ് ഞാൻ സുസുക്കിയുടെ ഷോറൂമിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഇന്റർവ്യൂവിന് പോയിട്ടില്ല, ഒരു ജോലിക്ക് പോയിട്ടില്ല, എന്തെന്നറിഞ്ഞൂടാ. പുറലോകത്തെ ആൾക്കാരുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോഴേ എനിക്ക് എൻ്റെ മോനെ വളർത്തണം. കാര്യം ആരും ഇല്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇറങ്ങി ഓരോ ജോലികളായിട്ട് പോയി. അങ്ങനെ പല സ്ഥലത്ത് ജോലി ചെയ്തു. ലാസ്റ്റ് ബാങ്കിൽ വന്ന് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇൻഡസ്ട്രിയിലോട്ടുള്ള ചുവടും. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ആണ് ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ ഫാമിലി എന്ന് പറയുന്ന, എൻ്റെ ഫാമിലി ആദ്യമൊക്കെ എൻ്റെ അമ്മയുടെ ഫാമിലി ആയാലും എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നോണ്ട് വർക്ക് ബേസിലല്ല, ഇൻഡസ്ട്രി ആയിട്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് മാത്രമേ ചോദിച്ചുള്ളൂ. കാര്യം എനിക്ക് എൻ്റെ അമ്മയുടെ സമ്മതം മാത്രം മതിയായിരുന്നു. കാര്യം മറ്റുള്ളവർ സമ്മതം ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാൻ ഈ കഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മോളെ എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നുണ്ടോ, നീ ഒറ്റയ്ക്ക് തന്നെ ഇത്രയും നാളുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്, നിന്നെ കൊണ്ട് അത് പറ്റുന്നുണ്ടോ, എങ്ങനാ നിന്റെ എനിക്ക് ആരും തരണ്ട. കാര്യം ഒരാളിൽ നിന്ന് നമ്മൾ 1 രൂപ കൈനീട്ട് മേടിച്ചാൽ അതിന് പിന്നെ അതൊരു പറച്ചിലാവും. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉള്ള ഇതിൽ ചെയ്യാന്നുള്ള ഇതില്. പക്ഷെ അത് ചോദിക്കാൻ പോലും എൻ്റെ അടുത്ത് ആരും മനസ്സ് കാട്ടിയിട്ടില്ല. പിന്നെ അവർക്ക് ഈ ട്രിവാൻഡ്രത്ത് വന്ന് ജോലിയൊക്കെ ചെയ്യുന്ന വേറെ എന്തോ പോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഫാമിലിയിൽ. അതാ ഞാൻ പറഞ്ഞു, ഓർത്തഡോക്സ് ഫാമിലിയാണ്. ഞാൻ ഇന്ന് വരെ ഞാൻ ഒരു ഇന്റർവ്യൂസിലോ എൻ്റെ ഫാമിലിയിൽ ഇതാക്കി, എനിക്കിപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരുമില്ല. എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ കുറച്ച് പേര് മാത്രമേ, എൻ്റെ ഒരപ്പയും, അങ്ങനെ കുറച്ച് മാത്രമേ. അത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാണ് ഇവരെല്ലാവരും. ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വന്ന് സ്റ്റാർട്ടിങ്ങിൽ ഈ സീരിയൽ ടെലികാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെ അടുത്ത് വിളിച്ചു പറയുക, ഇന്ന സീരിയലിൽ ഞാൻ ഉണ്ട്, ഇത്ര മണിക്കാണ് ടെലികാസ്റ്റ്. കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അവര് റിപ്ലൈ ഇല്ലായിരുന്നു. പക്ഷെ അവരാ ഒരു ചെറിയൊരു മൂളക്കത്തെ പോലും അവർക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു ഇതില് എനിക്കത് ഫീൽ ചെയ്തു.
അപ്പൊ ഞാൻ എന്റെ അമ്മ പറഞ്ഞെന്തോന്നറിയോ, നീ ജോലിക്ക് പോകുന്നത് നിന്റെ മോനെ വളർത്താനാണ്, നീ ചെയ്തോ. എന്റെ അമ്മയുടെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്നത് എന്റെ മോനെ വളർത്താനാണ്, ഇവരാരും തന്നിട്ടല്ല ഞാൻ എന്റെ മോനെ നോക്കിയത്, എനിക്ക് അത് മാത്രം, വേറെ ആരെയും സമ്മതം വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു ഇത് മൈൻഡ് എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം വലിയ എന്നെ കോണ്ടാക്ട് ഇല്ലാതായി ഇവർക്ക്. ഈ ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അന്നേ ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നൊക്കെ എന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതൊന്നും ഞാൻ ചോദ്യം ചെയ്യാനോ ഒന്നിനും ഞാൻ പോയില്ല. അതിനുശേഷം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ടൈമിൽ എന്നെ ഇത് കണക്ക് നൈറ്റ് ആകുമ്പോഴേ ഓരോരുത്തർ വിഷ് ചെയ്ത് തുടങ്ങുമല്ലോ. വിഷ് ചെയ്ത് ഞാനിതിങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ എൻ്റെ ഒരു ബ്രദർ, ആൻറ്റിയുടെ മോൻ തന്നെ, അവൻ എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള മെസ്സേജാണ് വന്നത്. ഭയങ്കര മോശമായിട്ട് എന്നെ പറഞ്ഞുകൊണ്ടും അവൻ്റെ വീട്ടിലെന്ന് അവൻ്റെ കുടുംബത്തിലോട്ട് ഞാൻ ചെല്ലരുത്, അവനത് നാണക്കേടാണ്, അവൻ്റെ വീട്ടുകാർക്ക് നാണക്കേടാണ്, ഈ ലെവലിലുള്ള മെസ്സേജ്. സത്യം പറയാം, എൻ്റെ മോനാണ് സത്യം, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തില്ല. ആ ടൈമിൽ ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇന്ന് വരെ ഇവരൊക്കെ ചോദിക്കുന്ന എന്തിനും ഞാൻ എന്തുകൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യം ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്ത് അവന് താഴെ ഒരു ബ്രദറുണ്ട്, അവൻ അയച്ചു കൊടുത്തു. പക്ഷെ അവൻ എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. ഇവർക്കൊക്കെ ഇതാണെന്ന് അറിയാമെങ്കിൽ പോലും ഇവർ പറയുന്നത് എന്തിന് എന്നൊരു ചോദ്യം അവരിപ്പോഴും പറയുന്നു. ഇത് വെച്ച് അവരറിയണം എന്തിനെന്നുള്ളത്. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, നീ അവ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നീ എന്തിന് ബാക്കിയുള്ളവരെ ബ്ലോക്ക് ചെയ്ത? അവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാരെയും മനസ്സാണ് അവൻ പറഞ്ഞത്, അല്ലേ? അവന്റെ കുടുംബത്ത് കയറരുതെന്ന് പറയുമ്പോ ഞാൻ വേറെ ഒരു രീതിയിൽ ജീവിക്കാനല്ല ഇറങ്ങി വന്നത്. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ വന്നതാണ്. എൻ്റെ മോനെ വളർത്താൻ വേണ്ടി വന്നതാണ്. ഇവരാരും എൻ്റെ എന്തെന്നോ ഏതെന്നോ ചോദിക്കാത്ത വ്യക്തികളാണ് ഈ പറഞ്ഞ എൻ്റെ ബ്രദറിന്. കാര്യം നമ്മൾ ലേഡീസ് ആയിട്ട് 3 പേരേ ഉള്ളൂ, 14 ആൺപിള്ളേരുടെ ഇടയിൽ 3 പേരാണ്. ഇവർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി വാ, ചേച്ചിനെ നമ്മൾ നോക്കും, ഇങ്ങനെയൊക്കെ. എന്നെ ആരും നോക്കണ്ട. പക്ഷെ അത് ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവർക്ക് അത്രയും വളരെ മോശമായിട്ട് എന്നെ ഇതാക്കിയപ്പോൾ എനിക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് അവരറിയണം, അവരെന്നല്ല എല്ലാവരും അറിയണം. ഒരു പെൺകുട്ടി വന്ന് നിൽക്കുമ്പോ അവളെ അവസ്ഥ കൊണ്ട് അവള് വന്ന് നിൽക്കുകയാണ്. ഈ രീതിയിലല്ല അവളെ മാറ്റി നിർത്തേണ്ടത്. ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സ് കാണിക്കണം, എങ്കിൽ മാത്രമേ അവള് വളർന്നോളും. ഇവരാരും ഒരു പെണ്ണിനും ആരും 1 രൂപ പോലും കൊടുക്കണ്ട, ഹെൽപ്പ് ചെയ്യണ്ട. അവള് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കും. പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവൾ ഒരുപാട് വിജയിക്കും. എനിക്ക് പിന്നെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയും എൻ്റെ നാട്ടുകാരും ഒറ്റപ്പെടുത്തിയവരായിരുന്നു എന്നെ വളരാൻ എന്നെ പ്രേരിപ്പിച്ചത്. എനിക്ക് വാശിയായിരുന്നു, സപ്പോർട്ടില്ലാത്ത വാശിയായിരുന്നു. അതിൽ ഞാൻ ജയിച്ചു വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോനെ നോക്കി. അതിനിടയിൽ എനിക്ക് കുറേ സൗഹൃദമല്ല, രക്തബന്ധം അല്ലാത്ത ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എനിക്ക് ഈ ട്രിവാൻഡ്രത്തുണ്ട്. ഇപ്പോൾ ഒത്തിരിയും പേരുണ്ട്. ഇപ്പോൾ ഷൈനി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡോണ്ടിലസ് റോയൽ എക്സ്പ്ലോറിന്റെ ഷൈനി ചേച്ചി എൻ്റെ സിസ്റ്ററാണ്. അങ്ങനെയാണ് അവരെന്നെ കൊണ്ട് നടക്കുന്നത്. അതിൽ ശരത്തേട്ടൻ, സൂര്യചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ എനിക്ക് തന്നതിന്റെ അപ്പുറമാണ് എന്നെ കൊണ്ട് നടക്കുന്നത് അവര്. ഇപ്പൊ രേഖ ചേച്ചി, അങ്ങനെ. പിന്നെ ഇതിന്റെ ഇടയിൽ ആണ് സെക്കൻഡ് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അമൽ സുരേഷ്, ആളിനെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നത്. ആള് ഇതുപോലെ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആള് ലോക്ക്ഡൗൺ ടൈമിലാണ് അറിയുന്നത് ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. ഞാൻ അല്ലാതെ ആരുടെ അടുത്തും ഡിവോഴ്സ്ഡ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ടൈമിൽ ആളും ഇതേപോലെ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ഒത്തിക്കൂടെ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല ഇതിലായി. അപ്പൊ ആളെന്നെ പ്രപ്പോസ് ചെയ്തു. കാര്യം 2 പേരും ഒരേ ഇതിലായതുകൊണ്ട് ആളെന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും മിണ്ടാൻ നമുക്ക് വോയിസ് ഇല്ലായിരുന്നു. പാവത്താൻ ഒരു വിനീത, ആ വിനീത മരിച്ചു അവിടെ. 2018 ലാസ്റ്റോടു കൂടി ആ വിനീത മരിച്ച്. 2019 എൻ്റെ ബുള്ളറ്റൊക്കെ വന്നതോടുകൂടി ഒരു ആൺകരുത്തോടു കൂടി ഞാൻ ജീവിച്ചു. അപ്പൊ ഒരു തൻ്റേടിയായിട്ടാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്ന് വെച്ചാല് ഒരു ആൺകരുത്തോടു കൂടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്. ആ വിനീത പോയിട്ട് റൈഡർ വിനീത വന്നു. അപ്പൊ അതിൻ്റെതായ ഒരു തൻ്റെയിടം കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്റേതായ കുട്ടിത്തരം കാര്യങ്ങൾ എന്നെ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് എനിക്ക്
പെട്ടവരായിട്ട് മുന്നിൽ മാത്രം അങ്ങനെ. പിന്നെ സംസാരിക്കുമ്പോ അറിയാം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ആയിരിക്കും ആ ഒരു നമ്മൾ ആരെയാണ് ഇങ്ങോട്ടാണ് ആരുടെ മുന്നിൽ എങ്ങനെ നിൽക്കണം. അതെ, ഇപ്പോഴെന്ന് വെച്ചാല് ഞാൻ ആരെ മുഖത്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അത് എത്ര വലിയ ആളായാലും എത്ര ചെറിയ ആളെ പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വെച്ചിട്ട് അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെടുത്തും ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പറയുന്നവരെ എനിക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞിട്ടേ അവിടെ കളയും. മനസ്സിൽ വെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ കൂട്ട് അപ്പോഴേ ആള് ഹസ്ബൻഡിന്റെ കൂടെ ആയി, ഞങ്ങൾ ഒരുമിച്ചായി, രജിസ്റ്റർ മാരേജ് ഞങ്ങൾ ഒരുമിച്ചായി. ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. കാര്യം ആള് ഇൻഡസ്ട്രിയിലുള്ള ആളായത് കൊണ്ട് തന്നെ ആള് ക്യാമറാമാനാണ്. അപ്പൊ ആള് നല്ല സപ്പോർട്ടാണ്. വർക്ക് ബേസിലാണെങ്കിലും എല്ലാ ഇതിലാണെങ്കിലും. പിന്നെ നമ്മൾ അന്ന് അനുഭവിച്ച ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. കാര്യം നമ്മളൊക്കെ ഒരു ഫ്രീഡം തരുന്നുണ്ട് ആള്. ഫ്രീഡം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാനൊരു റൈഡറാണ്. എനിക്ക് നൈറ്റ് ഒക്കെ പോകണമെന്ന് തോന്നിയാൽ നൈറ്റ് എനിക്ക് പോകണം. വണ്ടി എടുത്തോണ്ട് ഞാൻ പോവാറുണ്ട്. പിന്നെ അപ്പൊ ആൾക്ക് അതിലൊന്നും പ്രശ്നമില്ല. ആളും ആ ഒരു വൈബുള്ള ആള്. എന്നെ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും. എന്റെ എന്ത് ഇതിനും ആള് കൂടെ നിൽക്കാറുണ്ട്. പിന്നെ അപ്പൊ അതുകൊണ്ട് ആള് വൈബ് മാച്ചായി ഞങ്ങൾ ഒരുമിച്ച് പോകണം. പിന്നെ ഞാൻ അന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒറ്റ കാര്യം അതിൻ്റെ അടുത്ത് പറഞ്ഞോളൂ, എന്റെ മോൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. എന്റെ മോൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. മോൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞാലും കാര്യം നമ്മളെ രണ്ടുപേരായിട്ട് ജീവിക്കാന്ന് തീരുമാനിച്ച ആൾക്കാരാണ്. അപ്പൊ അവന് ചേട്ടാന്നാ വിളിക്കുന്നത്. ഇപ്പോഴും അവൻ ചേട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാര്യം സ്റ്റാർട്ടിങ്ങില് ചേട്ടാന്ന് വിളിച്ച് ശീലിച്ചുകൊണ്ട് ഹസ്ബൻഡ് തന്നെ ആള് പറഞ്ഞു, നമ്മൾ ഒരുമിക്കാൻ തീരുമാനിച്ചു പറഞ്ഞു, മോൻ എന്താണോ വിളിച്ചത് അപ്പൊ അവനെ മാറ്റി പറയണ്ട, അച്ഛാന്ന് വിളിക്കണം അങ്ങനെയൊന്നും പറയണ്ട. അപ്പൊ അവൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. ചേട്ടാന്ന് തന്നെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ചെറിയ പിന്നെ ഫാമിലി അല്ലേ, അത് എല്ലായിടത്തും പല ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഉള്ള പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ ഓക്കെ, ഹാപ്പി ആയിട്ട് 4-5 വർഷമായിട്ട് ഇങ്ങനെ. സിനിമയുടെ ഡയലോഗ് ഉണ്ടല്ലോ, families like pots and other pots. They make clink clink. Clink clink clink.